ഹായ്. MP വന്നതിനെ പറ്റിയും MLA വന്നതിനെ പറ്റിയൊക്കെ പ്രത്യേകമായിട്ടൊരു വീഡിയോയിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ആദ്യം ഇവിടെ വന്നത് MP സാറാണ് കേട്ടോ. കൂടെ സാറിൻ്റെ കൂടെ ഒരു വക്കീലും ഉണ്ടായിരുന്നു. ഇവർ വന്നത് കാണാതായ മത്സ്യബന്ധനത്തിന് പോയി കാണാതായ റോബിൻസൺ എന്ന് പറയുന്ന ചേട്ടൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് അവർ വന്നത്. അപ്പോൾ അവിടെ വന്ന് സംസാരിച്ചപ്പോൾ പുള്ളിയുടെ അമ്മ എൻ്റെ മകൻ്റെ റിമൈൻസ് എന്തെങ്കിലും കിട്ടാൻ സഹായിക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. കൂടെ ഉണ്ടായിരുന്ന വക്കീൽ FIRൻ്റെ കോപ്പി ആവശ്യപ്പെട്ടു. അതനുസരിച്ച് FIRൻ്റെ കോപ്പി കൊടുത്തു. അപ്പോൾ സാറും പറഞ്ഞു ഇത് പഠിക്കട്ടെ, ഇത് പഠിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കോഴ്സിൻ്റെ പേര് പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു അത്രേ, നല്ല ജോലി സാധ്യതയുള്ള കോഴ്സാണ്, 6 മാസത്തിനുള്ളിൽ മോന് ജോലിയാവുമല്ലോ. പിന്നീട് ചേച്ചി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞിട്ട് ലിജി ചേച്ചി തന്നെ പറഞ്ഞു, സാർ ഈ 2 കാര്യങ്ങളിലും എന്താണ് ഈ വ്യത്യാസം വന്നത്, അല്ല അവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചു, ഇവിടെ ആയപ്പോഴത്തേക്ക് ഒരു മീഡിയയോ അല്ലെങ്കിൽ ഇതുപോലെ ഇടപെടലുകളോ ഒന്നും ഇതിന് വേണ്ടിയിട്ടുണ്ടായില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇത് എല്ലാം അങ്ങോട്ട് പറഞ്ഞതാണ്. അപ്പോൾ ചേച്ചി അത് കഴിഞ്ഞിട്ട് അവർ പോകാൻ നേരം ആയപ്പോഴത്തേക്ക് അപ്പോൾ പറഞ്ഞു, MP പറഞ്ഞത് നോക്കട്ടെ, അന്വേഷിക്കട്ടെ, FIR പഠിക്കട്ടെ, കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയട്ടെ എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവർ ഇറങ്ങാൻ നേരം ആയപ്പോഴത്തേക്ക് ചേച്ചിയുടെ തന്നെ ഒരു റിലേറ്റീവ് ചേച്ചിക്കൊരു ജോലി എന്നുള്ളൊരു കാര്യം ആവശ്യപ്പെട്ടു. അതും അവർ സർക്കാർ ജോലിയല്ല ആവശ്യപ്പെടുന്നത്, ഈ 3 വീട്ടിലെ ജോലിക്ക് പോകുന്നതിന് പകരം ഇത് എവിടെയെങ്കിലും ഒരിടത്താക്കി കിട്ടുമോ എന്നറിയാനായിട്ടാണ് പാവങ്ങളത് ചോദിച്ചത്. അത് നോക്കാം, അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടുന്ന് പോവുകയാണ് ഉണ്ടായത്. ആ വിസിറ്റ് അധികം നേരം നീണ്ടു നിന്നല്ല, കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞാൻ അവിടെ ഇല്ല. ഇത് ചേച്ചി പറഞ്ഞിട്ട് എനിക്കുള്ള അറിവാണ്. പക്ഷെ പിന്നെ 2 ദിവസം മുന്നേ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് MP വന്നപ്പോൾ എൻ്റെ കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനോ എനിക്കവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ആരെങ്കിലും വരുന്നെങ്കിൽ പള്ളിയിൽ നിന്ന് ആളെ വിടാമെന്ന്. അപ്പോൾ MLA വരുന്നുണ്ട്, നീയും കൂടെ ഒന്ന് വാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു. ഞാനും പോയി. ഞങ്ങളുടെ ഇവിടുന്ന് 2-3 ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. പള്ളിയിൽ നിന്ന് അച്ഛൻ വിട്ട KC മാമിൻ്റെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വന്ന് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പുള്ളി വന്നിരുന്നപ്പോഴത്തേക്ക് മക്കൾ എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ തൊട്ട് പുറകിലാണല്ലോ ഇവർ താമസിക്കുന്ന ഷെഡ്. അപ്പം ഇതാണെന്ന് പറഞ്ഞു ഇയാളല്ലേ ഇത്തിരി മുമ്പ് ഇങ്ങോട്ട് നടന്നു വന്നതെന്ന് മോളോട് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ മോള് ഷെഡിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പണിയുന്ന വീട് ഞാൻ കണ്ടിരുന്നു, വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു. ഇനി ഷെഡെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാതിരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അവർ താമസിക്കുന്ന ഷെഡിൽ തന്നെയല്ലേ, പണിയുന്ന വീട് ഞങ്ങൾ തന്നെയല്ലേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. മീഡിയക്കാരും കാണിച്ചിട്ടുണ്ട്, മീഡിയക്കാർ കാണിച്ചിട്ടില്ല, ഞാൻ എന്തായാലും എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ചങ്ങാതിക്കൂട്ടം അവരുടെ വീഡിയോയിലും വീട് പണിയുടെ കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഒരു മുൻജാമ്യം എടുത്തോട്ടെ. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളുടെ അകത്ത് പാർട്ടി കുത്തി നിറച്ച് വെറുതെ ഈ ഇഷ്യൂവിനെ നിങ്ങൾ ആരും വഴിതിരിച്ച് വിടരുത്. ഞാൻ ഇതിനെ ആ ഒരു ആംഗിളിൽ കണ്ടിട്ടേ ഇല്ല. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ SFI ജയിക്കുന്നത് ഒരുപാട് ആഘോഷിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പിന്നീട് ഇങ്ങോട്ട് ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് എൻ്റെ തന്നെ രാഷ്ട്രീയം ഇറ്റ്സ് എ കൺഫ്യൂഷൻ. ഐ ഡോണ്ട് നോ വെയർ ഐ എം സ്റ്റാൻഡിങ്. പാർട്ടി വിട്ട് നിൽക്കുന്ന ആളെ നോക്കി അയാൾ എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നു എന്ന് നോക്കി വോട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് ഞാനടക്കം പലരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇതിൽ രാഷ്ട്രീയം കുത്തി നിറയ്ക്കരുത്. ഇത് ആരോടുമുള്ള ബയസ് തീർക്കാനല്ല ഞാൻ പറയുന്നത്. ഞാനിത് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതും ഞാൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് ഡയലോഗ്. നെക്സ്റ്റ്, ഇതെന്തുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല, എന്നോടാരും പറഞ്ഞില്ല എന്നാണ് MLA പറഞ്ഞത്. ഞാനിത് അറിഞ്ഞില്ലല്ലോ, അറിഞ്ഞാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, ഞാൻ അറിയണ്ടേ. അപ്പോൾ ലിജി ചേച്ചി അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, സാർ 2 ദിവസം ഇത് ന്യൂസ് പേപ്പറിൽ വന്നിരുന്നു എന്ന് പറഞ്ഞു. അതിനുത്തരമായിട്ട് MLA പറഞ്ഞത്, അതിന് ന്യൂസ് പേപ്പറൊക്കെ ഇപ്പോൾ ആര് നോക്കുന്നു എന്നാണ്. വെരി നൈസ്. അത് ഈ ഡെമോക്രസിയുടെ 4th പില്ലർ എന്ന് പറയുന്ന സാധനമാണ്. ന്യൂസ് പേപ്പറൊക്കെ ഇപ്പോൾ ആര് നോക്കുന്നു. ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ അന്ന് കാക്കത്തോപ്പിൽ എങ്ങാണ്ട് ഒരു ബോട്ട് വന്നു എന്ന് പറഞ്ഞില്ലേ, അതിനെ പറ്റിയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ ബാക്കി നോക്കിയില്ല എന്ന്. അപ്പോൾ ആ വന്നു കയറിയ ബോട്ടിൻ്റെയും മരിച്ച ആളുടെയും കാര്യത്തിലുള്ള സീരിയസ്നെസ് അതെന്ന് മനസ്സിലായി. അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് അതിന്ന് വ്യക്തമാണ്. അത് കഴിഞ്ഞിട്ടും പറയുന്നുണ്ട്, എൻ്റെ അടുത്തിരുന്ന ആളെ കാണിച്ചിട്ട് ഈ പുള്ളി പറഞ്ഞപ്പോഴാണ്, എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നതെന്ന്. അപ്പോൾ വീണ്ടും ഇത് നമ്മൾ ഓൺലൈൻ മീഡിയയിൽ ചെയ്തിരുന്നു. 2 ഓൺലൈൻ ന്യൂസ് ചാനൽസും പിന്നെ എന്നെ വിടൂ, മറ്റേ 2 ചാനൽസും വളരെ റിനൗണ്ട് ആയിട്ടുള്ള ചാനൽസാണ്. അതിൽ വന്നിട്ടും MLA സാർ അറിഞ്ഞിട്ടില്ല. ഈ ഒരാൾ വിളിച്ച് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. പിന്നെ ആ ഒരു ഡിസ്കഷൻ ഇത് എന്തുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതിലേക്കായി. അപ്പോൾ അതിൻ്റെ ബ്ലെയിം കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് കൗൺസിലറിലേക്കാണ്.
അപ്പോൾ അന്ന് ആ വീട്ടിലിരുന്ന ഈ MLAയുടെ കൂടെ വന്ന പാർട്ടിക്കാർ ഈ നാട്ടിലുള്ളവർ തന്നെയാണ്. ഈ 30 പൂജ നടന്നതും അതിനു മുമ്പ് മരിച്ചു ഒരു ഫോട്ടോ വന്നു, അത് ചേട്ടനല്ലാന്ന് ഐഡൻറ്റിഫൈ ചെയ്തതും എല്ലാം അറിയുന്ന ആൾക്കാർ തന്നെയാണ് സാറിൻ്റെ കൂടെ വന്നിരുന്നത്. അവരെന്തുകൊണ്ട് ഇത് അങ്ങോട്ട് എത്തിച്ചില്ല എന്നുള്ളത് അത് യു ഷുഡ് എൻക്വയർ. അതെന്തുകൊണ്ട് സാറിലേക്ക് എത്തിയില്ല എന്നുള്ളത് അത് നിങ്ങളും നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനവും സംബന്ധിച്ചുള്ള പ്രശ്നമാണ്, ആ വീട്ടുകാരുടെ പ്രശ്നമല്ല. അപ്പം ഇത് പുള്ളി എന്നിട്ട് പറയുന്നത്, ഞാൻ നിങ്ങൾ പറഞ്ഞു എന്നല്ല പറയുന്നത്, പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തന്നെ ആ ചേച്ചിക്കും ചേച്ചിയുടെ അമ്മയ്ക്കും ഒക്കെ ഫീൽ ചെയ്തത് സാർ അറിയാത്തത് ഇവരുടെ പ്രശ്നം കൊണ്ടിട്ടാണെന്നാണ്. ആ അമ്മ ചോദിക്കുന്നുണ്ട്, ഈ മരണ വീട്ടിൽ നിന്നിട്ട് ഞങ്ങൾ എങ്ങനെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിന്നിട്ട് ഞങ്ങൾ എങ്ങനെ ഇവരെയൊക്കെ തിരക്കി, നിങ്ങൾ MLA അറിയിച്ചോ, നിങ്ങൾ MP അറിയിച്ചോ എന്ന് ഞങ്ങൾ എങ്ങനെയാണ് അന്വേഷിച്ച് പോകുന്നത് എന്നവർ ചോദിക്കുന്നുണ്ട്. അവരങ്ങനെ ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നത് സാറ് പറഞ്ഞത് അങ്ങനെ ഫീൽ ചെയ്തത് കൊണ്ടാണ്. അത് ഈ ഒരു ആൾ പറഞ്ഞിട്ട് അറിഞ്ഞു എന്ന് പറയുന്നതിലുള്ളത് എനിക്കത് മനസ്സിലാവുന്നില്ല. ന്യൂസ് പേപ്പറിൽ വന്നു, മീഡിയയിൽ വന്നു, ശരി, അത്രയും വാർത്താ പ്രാധാന്യം വരുന്ന കാര്യങ്ങൾ മാത്രമേ അങ്ങ് എത്തത്തുള്ളായിരിക്കും. ഐ ഡോണ്ട് നോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ബീനാൻറ്റി ഉണ്ടായിരുന്നു, ഹെൻറി സഖാവിൻ്റെ ഇളയ പെങ്ങളാണ് ബീനാൻറ്റി. അപ്പോൾ ബീനാൻറ്റി അവിടെ നിന്നിട്ട് പറഞ്ഞു, ഇത് മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും ഞങ്ങളെ അവഗണിച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടുത്തെ റോഡ്, സാർ ഇപ്പം ഇങ്ങോട്ട് വന്ന റോഡ് സാർ കണ്ടില്ലേ എന്ന്, അത് ഇങ്ങനെ ഇത്രയും ഇതായി കിടന്നിട്ട് അതിലെന്താ ഒന്നും ചെയ്യാത്തതെന്ന്. അപ്പോൾ പുള്ളി പെട്ടെന്ന് പറഞ്ഞു, ഈ റോഡിന് ഫണ്ട് അനുവദിച്ചല്ലോ, ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടല്ലോ, പത്രത്തിലൊക്കെ വന്നല്ലോ, നിങ്ങളത് കണ്ടില്ലേന്ന്. സാറ് തന്നെ പറയുന്നു പത്രവും ന്യൂസ് പേപ്പറും ഒന്നും ഇപ്പോൾ ആരും നോക്കാറില്ലെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങളെ അതിനെ കുറ്റം പറയാൻ പറ്റുമോ? ഞങ്ങളും കണ്ടില്ല, ഞങ്ങൾ ന്യൂസ് പേപ്പർ നോക്കാറില്ലെന്ന് തന്നെ കൂട്ടിക്കോളും. അതെങ്ങനെ ന്യൂസ് പേപ്പറിൽ വന്നിരുന്നു എന്ന്. എന്നിട്ട് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഫണ്ട് അനുവദിക്കുക എന്നത് മാത്രമാണ് MLAയുടെ ഉത്തരവാദിത്തം. പിന്നെ ആ ചർച്ച ഈ റോഡ് പണിയിലേക്ക്, ഈ തീരദേശ റോഡ് അവോയ്ഡ് ചെയ്തിട്ടിരിക്കുന്നതിലേക്ക് പോയി. ലിജി ചേച്ചി അപ്പോഴും തലയ്ക്ക് കൈയും കൊടുത്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും എടുത്തിടുമ്പോൾ സാറ് പറയുന്ന ഡയലോഗ് എന്ന് വെച്ചാൽ, MLAയുടെ ജോലി ഫണ്ട് അനുവദിക്കുന്നതോടെ കഴിഞ്ഞു, പിന്നെ അത് ചെയ്യേണ്ടത് നിങ്ങളുടെ കൗൺസിലർ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ജനപ്രതിനിധികൾ, അവരാണ് ചെയ്യേണ്ടത്. ഫണ്ട് അനുവദിക്കുന്നതോടെ എൻ്റെ ജോലി കഴിഞ്ഞു. അപ്പോൾ എന്നിട്ട് പിന്നെ അത് ചൂട് പിടിച്ച് വന്നൊരു പോയിന്റിൽ സാറിൻ്റെ തന്നെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, നിങ്ങൾ എപ്പോഴാണ് ഇവിടെ നല്ലൊരു റോഡ് കാണാൻ തുടങ്ങിയത്, എപ്പോഴാണ് നിങ്ങൾ നല്ല റോഡിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയതെന്ന് എനിക്കറിയാം, എപ്പോഴാണ് ഈ തീരദേശ റോഡ് നന്നായിട്ട് വന്നത്, ഇങ്ങനൊരു റോഡ് ഇവിടെ വന്നത് എപ്പോഴാണെന്നും എനിക്കറിയാം. ആസ് ഇഫ് ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ഹിം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്തിരി മുമ്പ് പറഞ്ഞൊരു ഡയലോഗില്ലായിരുന്നോ, ഫണ്ട് അനുവദിക്കൽ മാത്രമാണ് എൻ്റെ ജോലിയെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നല്ലൊരു റോഡ് കാണാൻ തുടങ്ങിയതും ഇവിടെ നല്ലൊരു റോഡിലൂടെ ഞങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങിയതും അന്നിവിടെ ഉണ്ടായിരുന്ന കൗൺസിലറുടെയും ബാക്കി ജനപ്രതിനിധികളുടെയും എടുക്കാണ്. അന്നും സാറ് ഫണ്ട് അനുവദിക്കുക മാത്രമല്ലേ ചെയ്തിട്ടുണ്ടാവത്തുള്ളൂ. ഇപ്പോൾ പറയുന്ന പോലെ ഇപ്പോൾ അത് മാത്രമാണ് ജോലി, അതോടെ കഴിഞ്ഞു എന്നല്ലേ ഇപ്പോൾ പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ആ റോഡിന് ഞങ്ങൾ സാറിനോടല്ല നന്ദി പറയേണ്ടത്, അന്ന് ഇവിടെ ഇരുന്ന കൗൺസിലറോടൊക്കെയാണ്. ശരിയാണ്, ഫണ്ട് വേണം, ഫണ്ട് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരല്ലേ ചെയ്തത്, സാറ് പിന്നെ നോക്കിയില്ലല്ലോ. ഈ ഒരു ചർച്ച ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ പലപ്പോഴും ലിജി ചേച്ചിയുടെ അമ്മയാണ് ലിൻഡാൻറ്റി പറയുന്നതിനോടും ഞാൻ നേരത്തെ പറഞ്ഞ ബീനാൻറ്റി പറയുന്നതിനോടും എല്ലാത്തിനും പറയുന്ന ഒരു മറുപടിയാണ്, അങ്ങനെയൊന്നും സംസാരിക്കണ്ട, അങ്ങനെയൊന്നും പറയണ്ട, നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത്. അപ്പം ഞങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാനല്ല വന്നിരുന്നത് അല്ലേ, അത് പിന്നീട് മനസ്സിലായി. അപ്പോൾ അങ്ങനെ സംസാരിക്കണ്ട, ഇങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റാതെ പോയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. ഇതിനിടയിൽ ബീനാൻറ്റി പറഞ്ഞു, സാറേ ഇവൾക്കൊരു ജോലി, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനോ ആശ്വാസവാക്കുകൾ പറയാനോ അല്ല ഞാനിവിടെ വന്നേക്കുന്നത്. അപ്പോൾ എന്തിനാണ് വന്നതെന്നും, പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യണ്ട, നമ്മൾ പരിഹാരത്തിനല്ലേ വന്നതെന്ന്. അപ്പോൾ സാർ എന്തിനു വന്നു എന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ പോലാണെങ്കിൽ ഇതിലെന്ത് പരിഹാരമാണ് നിങ്ങൾ പോകുന്നത് വരെ അവിടെ ഉണ്ടായിരുന്നത് എന്നും എനിക്കറിയില്ല. ഒന്നിനും ഒരു തീരുമാനമില്ലാതെ തന്നെയാണ് പോയേക്കുന്നത്. ഒരു ശരിയായിരിക്കാം, ആശ്വാസവാക്ക് പറയാനല്ലായിരിക്കാം വന്നത്. ഇങ്ങനെ ഒരു സമയത്ത് ആശ്വാസവാക്കിൻ്റെ ആവശ്യമില്ലല്ലോ ആ വീട്ടുകാർക്ക്, അതുകൊണ്ടത് പറയേണ്ടയും കാര്യമില്ലല്ലോ. പിന്നീട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബ്ലെയിം ഷിഫ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് കൗൺസിലറിലേക്കാണ്. പിന്നെ അതിനിടയിൽ പറയുന്നുണ്ടായിരുന്നു, ഇവിടുത്തെ ഈ കാര്യങ്ങൾക്കൊക്കെ ചേച്ചിയുടെ കൂടെ നിന്ന് ജയൻ മൈക്കിൾ എന്ന് പറയുന്ന ചേട്ടൻ, ആ ചേട്ടനും അല്ലെങ്കിൽ അവൻ എന്നെ ഒരു 100 പ്രാവശ്യം വിളിക്കും, പക്ഷേ അവനും ഇത് വിളിച്ച് എന്നെ അറിയിച്ചില്ല. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, അങ്ങനെ എന്തെങ്കിലും നെക്സ്റ്റ് ടൈം ഇങ്ങനെ ആരുടെയെങ്കിലും ഫാമിലിയിൽ ഒരു വിഷയം എന്നെ ഇവിടെ നിന്ന് മിസ്സാവുന്നുണ്ടെങ്കിൽ
നിങ്ങൾ പിറ്റേ ദിവസം തന്നെ നിങ്ങൾ വളരെ കോൺഷ്യസ് ആയിട്ട് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരെടുത്തും പറ്റുമെങ്കിൽ MLA നേരിട്ട് പോയി നിങ്ങൾ കാര്യം അറിയിക്കണം. ബിക്കോസ് അറിയാതെ എന്ത് ചെയ്യാനല്ലേ? ഇതിപ്പോൾ ഈ ഒരു ഇഷ്യൂവിൽ സംഭവിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾ തന്നെ അത് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ തിരക്കി പോയിട്ട് കാര്യമില്ലല്ലോ ഇതിപ്പോൾ ആര് പറഞ്ഞില്ല എന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഇതിനിടയ്ക്ക് അപ്പോൾ ഈ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ആശ്വാസവാക്ക് പറയാനല്ല വന്നതെന്ന് പറഞ്ഞു. പിന്നെ എന്തോ ഇൻഷുറൻസ് അടച്ചിട്ടില്ല, അപ്പോൾ അത് അടച്ചിരുന്നെങ്കിൽ ഇത്രയും തുക കിട്ടിയേനെ. അപ്പോൾ ഇവർ വേറെ എന്തോ ഒരു ചേച്ചിയൊക്കെ വേറെ എന്തോ ഒരു പദ്ധതിയിൽ കാശ് അടയ്ക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടും, ഡിപ്പാർട്ട്മെൻറ്റ് വഴി ചെയ്യേണ്ടതെല്ലാം നടന്നിരിക്കും. അത് നിങ്ങൾക്ക് കിട്ടും. അവരടച്ചിരിക്കുന്ന തുകയ്ക്ക് അവർക്ക് കിട്ടേണ്ട എമൗണ്ട് കിട്ടാനായിട്ട് ഒരു MLA വരണം എന്നില്ലല്ലോ. അതിവിടുത്തെ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും അറിയാം. അവർ ഈ ക്ഷേമനിധിയിലും അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പിലും ഒക്കെ അവർ കാശടച്ചിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് അവരിലെത്തുക തന്നെ ചെയ്യും. അതിനൊരു MLA വീട്ടിൽ വരേണ്ടതായിട്ടോ MLA ഇടപെടേണ്ടതായിട്ടോ ഇല്ലല്ലോ. ബാക്ക് ടു പോയിന്റ് 1 വരുവാണെങ്കിൽ MP വന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് ഇത്രയും പറയാം. FIRൻ്റെ കോപ്പി, വക്കീൽ കൂടെ ഉണ്ടായിരുന്നു, FIRൻ്റെ കോപ്പി വാങ്ങിച്ചു, അത് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. എന്തെങ്കിലും സഹായത്തിൻ്റെ കാര്യങ്ങൾ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് MP പോയി. MLA വന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ റോഡ് പണി നടക്കുന്നത് MLA ഫണ്ട് അനുവദിക്കും, അതോടെ ജോലി കഴിയും, ബാക്കിയുള്ളവരാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ഇത് MLA അറിഞ്ഞിട്ടില്ല. ഇത്രയും ഈ 30 ദിവസമൊക്കെ ഇപ്പോൾ ഓൾറെഡി 1.5 മാസം മറ്റോ ആയി കാണും. ഓഗസ്റ്റ് 23 ആളെ മിസ്സായിന്ന് ഇവിടെ അറിയുന്നത്. അപ്പോൾ ഇത്രയും നാളായിട്ടും അറിഞ്ഞിട്ടില്ല. അത് അറിയിക്കേണ്ട ബാധ്യതയുണ്ടായിരുന്നവർ ആരൊക്കെ എന്തൊക്കെ എന്ന് അവർ പോലും ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. അത് അവർ തന്നെ നോക്കിക്കോട്ടെ. അപ്പോൾ MLA നേരിട്ട് അറിയാതെ ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പത്രത്തിൽ കൊടുത്താൽ മാത്രം പോരാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ വരുവാണെങ്കിൽ നിങ്ങൾ തന്നെ മേക്ക് ഷുവർ ചെയ്യുക MLA ഇത് അറിഞ്ഞു എന്നുള്ളത്. ഇനിയിപ്പോൾ അറിഞ്ഞിട്ടിപ്പോൾ എന്ത് നടന്നു എന്ന് ചോദിച്ചാൽ എനിക്കും അതിന് ഉത്തരവില്ല. അറിഞ്ഞിട്ടിപ്പോൾ ഒന്നും നടന്നിട്ടില്ല. വന്നിരുന്നിട്ട് നല്ല കൂളായിട്ട് പറഞ്ഞു, ഞാൻ ആശ്വാസവാക്ക് പറയാനല്ല ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന്. പിന്നെ എന്തിനാണ് വന്നതെന്നുള്ളത് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യനായി തന്നെ എൻ്റെ മൈൻഡിൽ കിടക്കുവാണ്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് ഇത്രയുമാണ് സംഭവിച്ചത്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഇപ്പം കേൾക്കുന്നവരും കാണുന്നവരും പറയും MP വന്നിരുന്നു, MLA വന്നിരുന്നു. ഇതൊക്കെയാണ് അവിടെ നടന്നത്. MP ഇവിടെ വന്നപ്പോൾ ബീനാൻറ്റി തന്നെ പറയുന്നുണ്ടായിരുന്നു. ബീനാൻറ്റി കാറിൻ്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു അത്ര, സാർ ഈ റോഡ് നോക്ക്, ഇതിൻ്റെ സ്ഥിതി കണ്ടോ എന്നിങ്ങനെ പറഞ്ഞു എന്ന്. അപ്പോൾ വീണ്ടും MLA സാറിനോടും നമ്മൾ പറഞ്ഞു, പുള്ളിയുടെ അക്കോർഡിംഗ് ടു ഹിം ഫണ്ട് അനുവദിച്ച് കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞു. അപ്പം ദയവീത് ഇനി അങ്ങോട്ട് ഇത് ചെയ്യാത്തത് ആരൊക്കെയാണെന്നുള്ളൊരു ലിസ്റ്റ് ഞങ്ങളുടെ തന്നാൽ സാറ് വരുമ്പോൾ ഇനി ഞങ്ങൾ ഇതുമായിട്ട് വരത്തില്ല. ഇനി എവിടെയെങ്കിലും വരുവാണെങ്കിൽ ഈ ഒരു ഇഷ്യൂ നമ്മൾ ഇനി കാണേണ്ടത് ഇത് ബാക്കി ചെയ്യേണ്ട അവരെ ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെയൊക്കെ വിചാരം MLA വരുമ്പോഴോ MP വരുമ്പോഴോ ഒക്കെ പറയാമെന്നാണ്, ഞങ്ങളുടെ ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നു എന്നുള്ളത്. ഫണ്ട് അനുവദിച്ചിട്ട് ആര് ചെയ്യുന്നില്ല, ആരുടെ പ്രശ്നമാണെന്നുള്ളതൊന്നും ഞങ്ങൾക്കറിയത്തില്ല. ഒരു ലിസ്റ്റ് നിങ്ങൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഇനി ആ വഴിക്ക് അത്രയും പേരെ തപ്പിപ്പോകാം. അങ്ങനെ ഈ ഒരു ഇഷ്യൂ ടേക്ക് ഓവർ ചെയ്യാനായിട്ട്. പിന്നെ അപ്പോൾ ഞാൻ എന്താ പറയണ്ടത്, ഇത്രയേ ഉള്ളൂ. ലീ ചേച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ആയിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും ആ ഫാമിലിയുടെ ആവശ്യം, ആ മക്കളെ ഞാൻ അന്ന് 8,000 എന്ന് പറഞ്ഞത് ഞാൻ ഇപ്രാവശ്യം ചെന്നപ്പോഴാണ് അറിയുന്നത് ഒരു 13,000 കുഞ്ഞിൻ്റെ ഹോസ്റ്റൽ ഫീ ഒക്കെ ചേർത്തിട്ടാവും ഈ മൂത്ത ആളുടേത്. അപ്പോൾ ഇനി നിങ്ങളാരും ഇതിനെക്കുറിച്ചിട്ട് ചേച്ചി എന്തിനിറങ്ങുന്നില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, ചേച്ചിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. ചേച്ചിക്ക് ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ പുറകെ നടന്നിട്ട് ഇപ്പം എന്തുണ്ടായെന്ന് മനസ്സിലായില്ലേ? ഇവർ ഈ ഒരു 2 വിസിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഇടപെടലോ കൊണ്ടോ ഒന്നും ആയിട്ടില്ല. ഈ ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞ ചാനൽ വന്നപ്പോഴും അതിന് മുമ്പുള്ള ഓൺലൈൻ മീഡിയ വന്നപ്പോഴും ഒക്കെ ഞാനും അതിന് ശേഷമൊക്കെ ചേച്ചിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. നമുക്കിത് കൂടുതൽ പേരിലേക്ക് എത്തിക്കാം, അറിയിക്കാം, അപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ അറിയട്ടെ, വരട്ടെ, ഇടപെടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, എന്നെ ചേച്ചിയും കുഞ്ഞാന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എന്തിനും ഇറങ്ങിത്തിരിക്കുന്നില്ല എന്ന്. അപ്പോൾ എനിക്ക് 3-4 വീട്ടിലെ ജോലി എടുത്തിട്ട് വേണം ഈ 13 രൂപയോളം മൂത്താളുടെ ഫീസ് അടയ്ക്കാൻ. ഇളയാൾ പഠിക്കുന്നുണ്ട്, വീട്ടിലെ ചിലവ് കഴിയണം. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് 2 ദിവസത്തിൽ കൂടുതൽ എനിക്ക് കരഞ്ഞുകൊണ്ടിരിക്കാനും എന്നിട്ടും ഈ കുളച്ചൽ വരെ പോയി FIR കൊടുത്തു, DD ഓഫീസിൽ പോയി, കമ്മീഷണർ ഓഫീസിൽ പോയി, കളക്ട്രേറ്റിൽ പോയി, ഇതൊന്നും പോരാ. എന്നിട്ട് MLAയുടെ അടുത്ത് എത്തിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അത് പോട്ടെ. അപ്പോൾ ഇതെല്ലാം ഒന്നും പോരാ. അപ്പോൾ അന്നും ചേച്ചി പറഞ്ഞത് ഞാൻ ഇതിന് പുറകെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ ആര് ചെയ്യും? അപ്പോൾ ഇപ്പോൾ നിങ്ങളടുത്ത് ഈ വന്ന ആൾക്കാരോട് തന്നെ ഈ 3-4 വീട്ടിൽ പോകുന്നതിന് പകരം, അതും സർക്കാർ ജോലിയല്ല, എവിടെയെങ്കിലും ഒരു തൂപ്പ് ജോലി എനിക്ക് വാങ്ങിത്താ എന്നാണ് ചേച്ചി പറയുന്നത്. അങ്ങനൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ അപ്പം ഇനി ഞാൻ എങ്ങനെ ചേച്ചീനെ ഇതിനായിട്ട് എങ്ങനെ ഞാൻ എങ്ങനെ ഇനിയും വിളിച്ചുകൊണ്ട് വരും?
അപ്പോൾ ഇത്രയും ചെയ്തിട്ടും ഒന്നും ആയിട്ടില്ല എന്നുള്ളതും കൂടെ നിങ്ങൾ അറിയണം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MP വന്നില്ലേ, MLA വന്നില്ലേ, ഇതൊക്കെയാണ് MP വന്നിട്ടും MLA വന്നിട്ടും അവിടെ നടന്നത്. പിന്നെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കെട്ടുന്ന റോഡാണെങ്കിൽ ആ ഫണ്ട് അനുവദിച്ച MLAയോട് അതിനെക്കുറിച്ച് ചോദിക്കാൻ എല്ലാ അധികാരവും ഉള്ളത് ജനങ്ങൾ തന്നെയാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അത് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ആ ഫണ്ട് ഞങ്ങളുടേതല്ലേ, ഞങ്ങൾ നികുതി അടച്ചതും ഞങ്ങൾക്കായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടല്ലേ അത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നില്ല. അതിനുള്ള എല്ലാ അവകാശവും ഞങ്ങൾക്കുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് പുള്ളി ഇറങ്ങിയപ്പോൾ ചേച്ചിയുടെ നമ്പർ ഒരു പേപ്പറിൽ എഴുതി മേടിച്ചിരുന്നു. ചേച്ചിയുടെ മോള് ഒരു പേപ്പറിൽ നമ്പർ എഴുതി കൊടുത്തിരുന്നു. ഇന്നത്തെ കാലത്ത് എനിക്കൊരാളുടെ ഫോൺ നമ്പർ വേണമെന്നുണ്ടെങ്കിലും ഈവൻ എൻ്റെ അമ്മൂമ്മ ഇവരൊക്കെ മറ്റേ ടച്ച് ഫോൺ അല്ല യൂസ് ചെയ്യുന്നത്, സാധാ ഫോണാണ്, പഴയ ഫോൺ. അവർക്കൊരാളുടെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ പോലും അവർ ഫോണിൽ നമ്പർ വാങ്ങി സേവ് ചെയ്താണ് കൊണ്ടുപോകാറുള്ളത്. ഇതുപോലെ MLAക്കായിട്ട് ഒരു നമ്പർ പേപ്പറിൽ എഴുതിയാണ് വാങ്ങിച്ചുകൊണ്ട് പോയത്. ആ പേപ്പർ വഴിയിലാണോ MLAയുടെ കയ്യിൽ തന്നെയാണോ, അത് ആ ഒരു നമ്പർ കയ്യിലുള്ളത് കൊണ്ട് ഇനി എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഐ ജസ്റ്റ് വോണ്ടഡ് ടു പോയിന്റ് ഇറ്റ് ഔട്ട്. അത് ഒരാൾക്കൊരു നമ്പർ വേണം, ഈ ആളുമായിട്ട് എനിക്ക് കോൺടാക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ അതപ്പം തന്നെ ഫോണിൽ സേവ് ചെയ്യാമായിരുന്നു. പ്രത്യേകിച്ച് അത്രയും അങ്ങനെ ഒരു ഫോൺ കയ്യിലിരിക്കുന്ന ആൾ. അപ്പോൾ ഇനി ഇതിൽ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാനടക്കമുള്ള ഇവിടെയുള്ള നാട്ടുകാർ ഷെയർ ചെയ്തതും പോസ്റ്റ് ചെയ്തതുമായിട്ടുള്ള ഈ ഒരു ഇഷ്യൂവിനെ തുടർന്നുള്ള എല്ലാ വീഡിയോസും, അതായത് ഓഗസ്റ്റ് 23 ഫിഷിങ്ങിന് പോയിട്ട് ബോട്ടിൽ നിന്നും കർണാടകയിൽ മിസ്സായ ഒരു മത്സ്യത്തൊഴിലാളി, അതിനുശേഷം എന്ത് നടന്നു എന്നുള്ളതിന് ഈ ഇത്രയും വീഡിയോസും പോസ്റ്റും ഒക്കെ നിങ്ങൾക്ക് മുമ്പിലുണ്ട്. ഇത് നിങ്ങൾക്കൊരു റെഫറൻസ് ബുക്കായിട്ട് യൂസ് ചെയ്യാം. അല്ലാതെ വേറൊന്നും ഈ നടത്തിയ ഇത്രയും സ്ട്രഗിൾ കൊണ്ടിട്ടും ഉണ്ടായിട്ടില്ല. ആശ്വാസ വാക്ക് പോലും പറയാനല്ല വന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് വന്ന് പറയുന്ന പ്രതിനിധികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു റെഫറൻസ് ബുക്കായിട്ട് വെക്കാം. കാരണം നെക്സ്റ്റ് ടൈം ഇങ്ങനെ സംഭവിച്ചാലും, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇനിയുള്ളവരും ഇങ്ങനെ ഹോപ്പ്ലെസ് ആയി പോകുന്നു. ഓഫ് കോഴ്സ് യു ഹാവ് ടു ബി. കാരണം ഇതിലെന്തെങ്കിലും നടന്നാലല്ലേ നമ്മൾ ഇങ്ങനെ നമ്മുടെ കൂടെ ഇന്ന ആൾ നിൽക്കും, അല്ലെങ്കിൽ ഈ പാർട്ടി നമ്മുടെ കൂടെ കാണും, അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്ത ആൾക്കാർ നമ്മുടെ കൂടെ കാണും എന്നൊക്കെയുള്ള ചിന്തകളുണ്ടെങ്കിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഞാൻ എങ്ങനെ എന്ത് പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്കിപ്പോഴും ഒരു ധാരണയില്ല. ഞാൻ വീണ്ടും ഞാൻ ഇത് പറയുന്നു എന്ന് തോന്നല്ലേ, ഒന്നും ആയില്ല, ഒന്നും എങ്ങും എത്തിയില്ല. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ചേച്ചിയുടെ 2-3 ദിവസം പോയെന്നല്ലാതെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇനി ചേച്ചി ജോലിക്ക് പോയി മക്കളെ വളർത്തട്ടെ, ചേച്ചിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ജീവിക്കട്ടെ. പിന്നെ ഞാനിത് എൻ്റെ അക്കൗണ്ട് ആയതുകൊണ്ടും ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ ആയതുകൊണ്ടും ഞാൻ എന്ത് പറഞ്ഞ് അവസാനിപ്പിക്കും എന്നുള്ളതിൻ്റെ ഉത്തരം നിങ്ങൾ ഇതൊക്കെ ഒരു ലെസണായിട്ട് എടുക്കണം, എല്ലാവരും എടുക്കണം. തിങ്ക് ട്വൈസ് ആൻഡ് വോട്ട് വൈസ്. ഇനിയിപ്പോൾ ഈ വീഡിയോയുടെ താഴെ വന്ന് എന്തൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയാലും ഞാൻ നേരത്തെ ചില വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ, ഇവരൊക്കെ വന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതോടുകൂടി എൻ്റെ ജോലി കഴിഞ്ഞിരിക്കുന്നു. ഇനി എങ്ങോട്ടുള്ളതൊക്കെ ജനങ്ങളും മത്സ്യത്തൊഴിലാളികളും ഒക്കെ ചിന്തിച്ച് പ്രവർത്തിക്കട്ടെ.